നമുക്കിന്നൊരു മീൻ കറി ഉണ്ടാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഉലുവ വറുക്കാനായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചതും പച്ചമുളകും ഇടാം. അധികം മൂക്കണ്ട, പകുതി മൂപ്പായാൽ മതി. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മുരിങ്ങയൊക്കെ ഇടാം. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ചേർക്കാം. ഇനി മുരിങ്ങയ്ക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. അത് ഒരുപാട് കൂടുതലൊന്നും ഒഴിക്കണ്ട. ഒരു മുരിങ്ങയ്ക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് മുരിങ്ങയ്ക്ക് വെന്തോന്ന് നോക്കാം. മുരിങ്ങയ്ക്ക വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലാവശ്യമായിട്ടുള്ള മസാല ഇടാം. അതിനായിട്ട് കുറച്ച് കാശ്മീരി മുളക്, എരിവുള്ള മുളകും കൂടെ ഞാൻ മിക്സാക്കിയാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിടാം. മുരിങ്ങക്കയുടെ കൂട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിക്കാം. ഇതിലേക്ക് ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. പകുതി ഒന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി മുളക് പൊടി ഇടയാണ്. ആദ്യം ഇട്ടത് കുറച്ച് കുറവായിപ്പോയി. ഇപ്പോൾ കുറച്ചുകൂടെ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് വേണ്ടി ഇടാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മീനിടാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന തിലോപ്പിയാണ്. നിങ്ങൾക്ക് ഏതോ ഇഷ്ടമുള്ള മീൻ ഉപയോഗിക്കാം. പക്ഷേ ഇതിന് ഏറ്റവും നല്ലത് ചെമ്മീനും അയല, മത്തി ഇതൊക്കെ നല്ല ടേസ്റ്റ് വരുന്നൊരു കറിയായിരിക്കും. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കറി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ഞാനിതിൽ മുരിങ്ങയൊക്കെ കൂടുതൽ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്ര തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ആവശ്യത്തിന് എടുക്കുക. എനിക്കിത് നല്ല ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മുരിങ്ങയൊക്കെ ഇതിലിട്ടത്. ഈ കറി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം, കമൻറ്റും അറിയിക്കണേ.